2024 കാണാതായ വയനാട് ബത്തേരി സ്വദേശിയുടെ തിരോധാനത്തിൽ വഴിത്തിരിവ്. ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മൃതദേഹം തമിഴ്നാട് ചേരമ്പാടി വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തി. 3 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ഒരു വർഷം മുൻപ് നടന്ന ഒരു തിരോധാന കേസിലാണ് ഇപ്പോൾ ഈ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി പോലീസിന്റെ ഒരു വേർഷൻ എന്താണ് പോലീസ് പറയുന്നത്? അജി, ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ വയനാട്ടിലെത്തുന്നത്. അങ്ങനെ തമിഴ്നാട് നീലഗിരി ചേരമ്പാടി വനത്തിനുള്ളിൽ പോലീസിന്റെ പരിശോധന നടത്തി. അതിൽ നിന്നുമാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം വനത്തിനുള്ളിൽ നിന്നാണ് കിട്ടിയത്. വനത്തിനുള്ളിലെ ചതുപ്പ് നിലയത്തിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം. അങ്ങനെ പോലീസ് പരിശോധനയ്ക്ക് 2 സ്നിഫർ ഡോഗുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിന്റെ പരിശോധന, കേരള തമിഴ്നാട് പോലീസുകൾ സംയുക്തമായാണ് പരിശോധന നടത്തിയതിൽ നിന്നാണ് ഇദ്ദേഹത്തിന് മൃതദേഹം കിട്ടിയത്. ഇത് 2024 മാർച്ച് 20-നാണ് ഈ ഹേമചന്ദ്രൻ, സുൽത്താൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള ഹേമചന്ദ്രനെ കാണാതാവുന്നത്. ഇദ്ദേഹം കോഴിക്കോട് മായനാട് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം തിരിച്ചെത്തിയില്ല എന്ന് കാണിച്ച് ഭാര്യ നൽകിയ പരാതിയിലാണ് പോലീസ് അന്ന് ഏപ്രിൽ 1-ാം തീയതിയാണ് പോലീസ് FIR ഇട്ടത്. ഇതിലുള്ള ഒരു അന്വേഷണത്തിനിടെയാണ് ഇപ്പോൾ ഈ ചേരമ്പാടി വനത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് മൃതദേഹം ഉണ്ടെന്ന പോലീസിന് വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് ഇവിടെ എത്തി ഈ മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് സൂചന. കൂടാതെ സാമ്പത്തിക തർക്കമാണ് ഈ രീതിയിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന.